ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ട്രാൻസ്ഫോമറിൻ്റെ നാലാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ മറ്റൊരു വീഡിയോ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് നോക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷൻ ടൈമിൽ എന്നോട് ചോദിച്ച് നമ്മൾ ക്ലിയർ ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓട്ടോ ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ്. ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് ലെക്ചർ നോട്ട് എഴുതുക കേട്ടോ. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് അതിൻ്റെയും ജോലി. പവർ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് അതിൻ്റെയും ജോലി, ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റൊരു സർക്യൂട്ടിലേക്ക്. പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ട്രാൻസ്ഫോമറിനകത്ത് രണ്ട് വൈൻഡിങ് ഉണ്ട്. എന്തായിട്ട് ആക്ട് ചെയ്യാൻ? പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും ആക്ട് ചെയ്യാൻ. ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ഒറ്റ വൈൻഡിങ്ങേ ഉണ്ടാവുള്ളൂ. ആ ഒരു വൈൻഡിങ് തന്നെ പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും ആക്ട് ചെയ്യും. ഓക്കെ, ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷനാണ്. കാരണം ഒരു വൈൻഡിങ്ങിൽ കൂടി പോകുന്ന ഫ്ലക്സ് കാരണം അടുത്ത വൈൻഡിങ്ങിൽ EMF ഉണ്ടാവുന്നു. അതാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു വൈൻഡിങ്ങേ ഉള്ളൂ. ആ ഒരു വൈൻഡിങ്ങിൻ്റെ തന്നെ നമ്മൾ പ്രൈമറി സെക്കൻഡറിയും ടാപ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നത് സെൽഫ് ഇൻഡക്ഷൻ ആണ്. ഓക്കെ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആൻ ഓട്ടോ ട്രാൻസ്ഫോമർ ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ് ആൻഡ് സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. അപ്പോൾ സെയിം വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ പോലെ തന്നെ ഒരു വൈൻഡിങ് ഒരു ഹാഫിൽ നിന്ന് മറ്റേ ഹാഫിലേക്ക് പവർ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട്. അതേപോലെ ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിനും അതേപോലെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഉപയോഗങ്ങൾ വരുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചാൽ മതി. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ വൈൻഡിങ് ആണ് ഉണ്ടാവുക. ഒരു സിംഗിൾ വൈൻഡിങ്ങിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ടാപ്പിങ്സ് എടുക്കും. ഓക്കെ, ആ ഒരു സിംഗിൾ വൈൻഡിങ്ങിൻ്റെ അകത്ത് നിന്ന് തന്നെ നമ്മൾ പ്രൈമറി ആയിട്ട് എടുക്കുന്ന വൈൻഡിങ്ങിൽ തന്നെ നമ്മൾ ടാപ്പ് ചെയ്തിട്ട് ഒരു സെക്കൻഡറിയും കൂടെ എടുക്കും. ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ നമ്പർ ഓഫ് ടേൺസ്, എത്ര ടേൺസ് ആണ് നമ്മൾ ടാപ്പ് ചെയ്തെടുക്കുന്നതെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എത്ര ആംപിയർ ടേൺസ് വേണം, അല്ലെങ്കിൽ എത്ര വോൾട്ടേജ് ഔട്ട്പുട്ടിൽ വേണം, എത്ര വോൾട്ടേജ് ഇൻപുട്ടിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ അകത്തും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഉണ്ടാവും. സിംഗിൾ വൈൻഡിങ് ആണെങ്കിൽ കൂടിയും നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഉണ്ടാവും. ആ സിംഗിൾ വൈൻഡിങ്ങിൻ്റെ അകത്ത് നമ്മൾ എത്ര ടേൺസ് പ്രൈമറിയും എത്ര ടേൺസ് സെക്കൻഡറിയും നമ്മൾ വെക്കുന്നു എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ എന്നുള്ളത്. ഓക്കെ, ഇതിൻ്റെ പ്രിൻസിപ്പിൾ സെൽഫ് ഇൻഡക്ഷൻ ആണ്. ഇതാണ് ഒരു ട്രാൻസ്ഫോമറിൻ്റെ ചിത്രം എന്ന് പറയുന്നത്, ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ലൈൻ ഡയഗ്രാം. ഇതിന് രണ്ട് കോൺഫിഗറേഷൻ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഇപ്പോൾ നോക്കുക, V1 എന്നുള്ള ഇൻപുട്ട് വോൾട്ടേജ്, I1 എന്നുള്ള കറണ്ട്, AC എന്നുള്ള സിംഗിൾ വൈൻഡിങ് ആണ് നമ്മുടെ കയ്യിലുള്ളൂ. ഈ AC എന്നുള്ള സിംഗിൾ വൈൻഡിങ്ങിന് അക്രോസ് നമ്മൾ V1 എന്നുള്ള ഇൻപുട്ട് വോൾട്ടേജ് V1 കൊടുക്കുന്നു. അത് കാരണം കറണ്ട് I1 ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാവുമല്ലോ. ഇനി അതേ വൈൻഡിങ്ങിൻ്റെ അകത്തുനിന്ന് B എന്നുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ ടാപ്പ് ചെയ്ത് BCന് അക്രോസ് നമ്മൾ എന്ത് കൊടുക്കുന്നു? നമ്മുടെ ലോഡ് RL കൊടുക്കുന്നു. റെസിസ്റ്റീവ് ലോഡാണ് അവിടെ കാണിച്ചേക്കുന്നത്, സിമ്പിൾ ലോഡ് റെസിസ്റ്റീവ് ലോഡ് RL നമ്മൾ കൊടുത്തേക്കുന്നു. അവിടെ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് V2 ആണ്. ലോഡിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് I2 ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ AC നോക്കുക, ACയിൽ നമ്പർ ഓഫ് ടേൺസ് എത്രയുണ്ട്? ഇപ്പോൾ ഒരു 20 എന്ന് വയ്ക്കാം. BCയിൽ എത്രയുണ്ട്? 10 ഉണ്ടാവുള്ളൂ, കാരണം ഞാൻ എൻ്റെ പകുതി എന്നല്ല ടാപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ പ്രൈമറിയിലുള്ള ടേണിനേക്കാളും സെക്കൻഡറിയിലുള്ള ടേൺ കുറവാണ്. അപ്പോൾ എന്തായി? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറായി. ഇനി താഴത്തെ ഫിഗർ നോക്കാം. അപ്പോൾ ACയിൽ എത്ര ടേൺസ് ഉണ്ട്? ACക്ക് അക്രോസ് ആണ് നമ്മൾ എന്തെടുത്തേക്കണത്? ലോഡ് കണക്ട് ചെയ്തേക്കണം അല്ലേ? V2 എന്നുള്ള ഔട്ട്പുട്ട് വോൾട്ടേജും RL എന്നുള്ള ലോഡ് റെസിസ്റ്റൻസും വരുന്നത് ACക്ക് അക്രോസ് ആണ്. അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് I2 എന്നുള്ള പറയുന്നത്. ഇനി ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് BCക്ക് അക്രോസ് ആണ് അല്ലേ? നമ്മൾ ഒരു സെക്കൻഡറിയിൽ നിന്ന് ഒരു ടാപ്പിംഗ് എടുത്ത് അതിന് അക്രോസ് നമ്മൾ V1 എന്നുള്ള ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തു. അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് I1 ആണ്. BC എന്നുള്ള പോർഷനിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് I2 മൈനസ് I1 ആണ്. I2 എത്ര പോയോ? I2 മൈനസ് I1. അപ്പോൾ നമ്മൾ പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് കുറവും സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് കൂടുതലും. അപ്പോൾ എന്തായി? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറായി. അപ്പോൾ ഒരു വൈൻഡിങ് ഉള്ളെങ്കിലും നമുക്ക് ഈ പറഞ്ഞ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു വൈൻഡിങ്, അപ്പോൾ രണ്ട് തരത്തിൽ പവർ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഒന്ന് പവർ കണ്ടക്റ്റഡും ഒന്ന് പവർ ട്രാൻസ്ഫോംഡ്. അതായത് ഡയറക്റ്റായിട്ട് AC കാരണം നമുക്ക് ലോഡിലൊരു പവർ കിട്ടും, അതൊരു പവർ. പിന്നെ ഈ BCന്ന്
ഫ്ലക്സ് ബി സിയിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കാരണം ട്രാൻസ്ഫോം ചെയ്തിട്ടൊരു പവർ നമുക്ക് ലോഡിൽ കിട്ടും. അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ എപ്പോഴും ഡെലിവേർഡ് പവറിൽ 2 പവർ ഉണ്ടാവും. ഒന്ന് കണ്ടക്റ്റഡ് പവറും ഒന്ന് ട്രാൻസ്ഫോംഡ് പവറും. ഇതാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ V2/V1 നോക്കാം. ഓക്കെ, V2 എന്ന് പറയുന്നത് ഈ വോൾട്ടേജ്, V2 എന്ന് പറയുന്ന ഈ വോൾട്ടേജും V1 എന്ന് പറയുന്ന ഈ വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോ എഴുതുകയാണെങ്കിൽ അവിടെ V2യിലുള്ള നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? NBC/NAC ആണ് അല്ലേ. V2/V1 = NBC/NAC. BC എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. അവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് I2 - I1 ആണ്. അവിടെ അക്രോസ് ആണ് നമ്മൾ ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക് വർക്കിംഗ്. അതായത് I1ൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ കറണ്ട് ഒരു പോർഷൻ ഓഫ് കറണ്ട് നമ്മുടെ ലോഡിൽ കൂടെ ഫ്ലോ ചെയ്യും, RLൽ കൂടെ ഫ്ലോ ചെയ്യും. ഓക്കെ, I2 - I1 ആണ് BCയിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത്. അപ്പം ഈ കറണ്ട് I1 കാരണം അവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാവും. ആ ഫ്ലക്സ് എന്തുമായിട്ട് ലിങ്ക് ചെയ്യും? ഈ സെക്കൻഡറി ആയിട്ടും കൂടെ ലിങ്ക് ചെയ്യും അല്ലേ. ആ I1ൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കാരണം I1ൽ തന്നെ ഫ്ലക്സ് ഇൻഡ്യൂസ് ചെയ്ത് അവിടെ തന്നെ ഉണ്ടാവുന്ന EMFനെ നമ്മൾ എന്താ പറയുക? സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്നാണ് പറയുക അല്ലേ. ആ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF കാരണം എന്തിൽ കിട്ടും? നമുക്ക് സെക്കൻഡറിയിൽ പവർ കിട്ടും. ആ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആയിട്ടുള്ള പവറിനെ നമ്മൾ ലോഡ് കണക്ട് ചെയ്തിട്ട് ലോഡിന് അക്രോസ് എടുക്കുമ്പോഴാണ് അത് ഓട്ടോ ട്രാൻസ്ഫോമറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി അത് എത്ര ടാപ്പിങ്ങിൽ നമ്മൾ ലോഡ് കണക്ട് ചെയ്യുന്നതിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ എത്ര സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഈ സെൽഫ് ഇൻഡക്ഷൻ വഴി മാത്രമല്ലാതെ ഇത് സിംഗിൾ വൈൻഡിങ് ആയതുകൊണ്ട് ഈ I1 ഫ്ലോ ചെയ്യുന്നത് കാരണവും ലോഡിലൊരു പവർ കിട്ടും ഡയറക്റ്റായിട്ട്. ഈ I2 ഫ്ലോ ചെയ്യുന്നത് കണ്ടോ? I1 കാരണം I1ൻ്റെ ഒരു ഭാഗം, I1ൻ്റെ അകത്തുനിന്ന് കുറച്ച് കഴിഞ്ഞ് കുറച്ചൊരു ഭാഗമാണ് I2 ആയിട്ട് ലോഡിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് കണ്ടക്ഷൻ വഴിയും ലോഡിൽ കൂടെ ഒരു പവർ കിട്ടും. പിന്നെ ഈ പറഞ്ഞ ഒരു ചെറിയ പോർഷൻ കറണ്ട് I2 - I1 എന്നുള്ള അതിൻ്റെ ബാക്കിയുള്ള കറണ്ട് ഫ്ലോ ചെയ്ത് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കാരണവും ലോഡിലൊരു പവർ കിട്ടും. അപ്പോൾ 2 പവർ കിട്ടും. ഓക്കെ, ഇതാണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഓഫ് എ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമ്മൾ A എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നമ്മൾ 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് നമ്മളത് K എന്നാണ് റെപ്രസെൻറ്റ് ചെയ്ത് A = NBC/NAC V2/V1 I1/I2. സാധാരണ പോലെ തന്നെ A <1 ആണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ, A <1 ആണെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. ഇതാണ് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഓഫ് ആൻ ഓർഡിനറി ഓട്ടോ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഓർഡിനറി ട്രാൻസ്ഫോമർ. ഇനി ഈ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് ആംപിയർ ടേൺസ് കണ്ടുപിടിക്കുക. അതായത് ആംപിയർ ടേൺസ് എന്ന് പറഞ്ഞാൽ എന്താ? കറൻറ്റ് ഇൻറ്റു നമ്പർ ടേൺ അല്ലേ. ആംപിയർ എന്ന് പറഞ്ഞാൽ കറൻറ്റ്, ടേൺസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് N. അപ്പോൾ ആംപിയർ ടേൺസ് എന്ന് പറഞ്ഞാൽ എന്താ? എത്ര MMF അവിടെ ഉണ്ടായി എന്നുള്ളത് അല്ലേ, എത്ര MMF ക്രിയേറ്റ് ആയി എന്നുള്ളത്. അപ്പോൾ BC എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലുള്ള MMF അല്ലേ. അപ്പോൾ അത് BCയിലുള്ള കറണ്ട് എത്രയായിരുന്നു? നമ്മുടെ ആ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. BCയിലുള്ള കറണ്ട് എന്ന് പറയുന്നത് I2 - I1 ആണ്. അപ്പോൾ I2 - I1 ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് NBC. I2 - I1 ഇൻറ്റു NBC. അപ്പോൾ നമുക്കിതിനെ I2/I1 = നമ്മൾ റേഷ്യോ എഴുതിയിട്ടുണ്ടാണല്ലോ, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എഴുതില്ലേ, I1/I2 = A ആണ്. അപ്പോൾ നമുക്ക് I2 = I1/A എന്ന് എഴുതാം. അപ്പോൾ I2ന് നമ്മൾ I1/A എന്ന് എഴുതി. ദാറ്റ് -I1 ഇൻറ്റു NBC കൊടുത്തു. നമ്മളിതിനകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ I1 NBC/A ആൻഡ് I1 NBC. ഓക്കെ, അപ്പോൾ NBC/A എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ പ്രകാരം NAC ആണ്. അപ്പോൾ I1 NAC - I1 NBC = I1 NAB നമുക്ക് എഴുതാൻ പറ്റും. അതായത് BCയിലുള്ള ആംപിയർ ടേൺസ് എന്ന് പറയുന്നത് മൊത്തം AB അക്രോസ് ഉള്ള ആംപിയർ ടേൺസിന് ഇക്വാലൻ്റായി കിട്ടി അല്ലേ. നമുക്ക് ഇവിടെ മേലെ എത്രയുണ്ടോ അത് തന്നെ നമുക്ക് താഴെയും കിട്ടി. ഇനി പവർ ഡെലിവേർഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? V2 ഇൻറ്റു മേലെ കൂടുന്ന I1 താഴെയുള്ള I2 - I1. ഈ 2 കറണ്ടും കൂടി ഉള്ളതല്ലേ ടോട്ടൽ പറഞ്ഞു നമ്മൾ. I1 കാരണം ഉണ്ടാവും, ഈ I2 - I1 കാരണവും പവർ ഡെലിവർ ആവും. അപ്പോൾ V2 ഇൻറ്റു I1
പ്ലസ് I2 മൈനസ് I1 അത് നമുക്ക് അകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ ഇങ്ങനെയാവും. അതായത് ഈ രണ്ട് ഇക്വേഷനും രണ്ട് പോർഷനും രണ്ട് ഡിഫറെൻറ്റ് പവറാണ്. ഈ V2 I1 എന്ന് പറയുന്നത് പവർ ഡയറക്റ്റ്ലി കണ്ടക്റ്റഡ്. I1 കാരണം ലോഡിലേക്ക് RLലേക്ക് ഡയറക്റ്റായിട്ട് കണ്ടക്ട് ചെയ്ത പവറാണ് ആദ്യത്തെ പോർഷൻ. V2 ഇൻറ്റു I2 മൈനസ് I1 എന്ന് പറയുന്നത് ട്രാൻസ്ഫോംഡ് പവറാണ്. ഓക്കെ, ഫ്ലക്സ് വഴി EMF ഇൻഡ്യൂസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത പവറാണ് 2BC ആണ്. ബേസിക്കായിട്ട് ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചെറിയ എക്യുപ്മെൻ്റ് ആണ്, വില കുറവാണ്, വോൾട്ടേജ് റെഗുലേഷൻ കൂടുതലാണ്. കാരണം ഒരു വൈൻഡിങ് അല്ലേ ഉള്ളൂ, പ്രൈമറി സെക്കൻഡറിയും അപ്പുറത്തും ഇപ്പുറത്തും അല്ല. അതുകൊണ്ട് ലീക്കേജ് ഫ്ലക്സിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല. ഏത് വൈൻഡിങ്ങിൽ കൂടെയാണോ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ആ വൈൻഡിങ്ങിൽ തന്നെ ഉണ്ടാക്കുന്ന ഫ്ലക്സ് തന്നെയാണ് EMF ഉണ്ടാക്കുന്നത്. അതേ EMFനെയാണ് നമ്മൾ ലോഡ് വെച്ച് ടാപ്പ് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ലീക്കേജ് ഫ്ലക്സിൻ്റെ പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് ഓട്ടോ ട്രാൻസ്ഫോമറിന് എപ്പോഴും വോൾട്ടേജ് റെഗുലേഷൻ കൂടുതലായിരിക്കും. ഒറ്റ വൈൻഡിങ്ങേ ഉള്ളൂ, ഒറ്റ കോറും ഒരു വൈൻഡിങ്ങേ ഉള്ളൂ. അതുകൊണ്ട് സ്പേസ് വളരെ കുറവായിരിക്കും, മതലബ് സൈസ് വളരെ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയ്റ്റ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും. എഫിഷ്യൻസിയും മറ്റേതിനെ കമ്പയർ ചെയ്ത് കൂടുതലാണ്. വോൾട്ടേജ് റെഗുലേഷൻ കൂടുതലാണ്, ബെറ്ററാണ്. സോ എഫിഷ്യൻസിയും ബെറ്ററാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രൈമറി സെക്കൻഡറിയും തമ്മിൽ ഐസൊലേഷൻ ഒന്നുമില്ല. ഇലക്ട്രിക് ഒരു ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞത് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇലക്ട്രിക്കൽ ഐസൊലേഷനാണ്. രണ്ട് സർക്യൂട്ട് തമ്മിൽ ഡയറക്റ്റ് ഇലക്ട്രിക്കൽ ഐസൊലേഷനും കൂടെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഹൈ പവർ ഒരു ഇൻപുട്ട് സപ്ലൈയും ലോഡും തമ്മിൽ ഒരു ഐസൊലേഷൻ എപ്പോഴും ഉള്ളത് നല്ലതാണ്. പക്ഷേ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ഈ പറഞ്ഞ ഐസൊലേഷൻ ഇല്ല, പ്രൈമറി സെക്കൻഡറിയും തമ്മിൽ ഡയറക്റ്റ് കണക്ഷനാണ്. ഇനി ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ AC, അതിൻ്റെ നടുവിൽ B ടാപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ BC എന്ന് പറയുന്നത് കോമൺ പോർഷനാണ്. അപ്പോൾ ഈ പറയുന്ന BCക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടാവുകയാണെന്ന് വയ്ക്കുക, BC ബേൺ ചെയ്യുക എന്തെങ്കിലും ചെയ്താൽ, ഇപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഈ പവർ ഫുൾ എന്തിലേക്ക് പോവും? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ BC ഓപ്പൺ സർക്യൂട്ട് ആയി എന്ന് വെക്കാം. നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണിച്ചു തരാം. ഈ BC ഓപ്പൺ സർക്യൂട്ട് ആയി എന്ന് വയ്ക്കുക. നമ്മളിപ്പോൾ AC, ഇത് BC ആണ്. ഇനി ഈ BC ഓപ്പൺ സർക്യൂട്ട് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്താണ്? പ്രൈമറിക്ക് അപ്പോഴും സെക്കൻഡറിയിലേക്ക് എന്ത് കൊടുക്കാം? ലോഡ് സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഷോക്ക് ഹസാർഡ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടേണ്ട ഔട്ട്പുട്ട് എന്താ? കുറവാണ് അല്ലേ? ഔട്ട്പുട്ടിൽ കിട്ടേണ്ട വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കുറവാണ് കമ്പയർ ടു ഇൻപുട്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ റിക്വയർമെൻറ്റ് വരുന്നത്. അപ്പോൾ BC ബേൺ ഔട്ട് ആവുന്ന സമയത്ത് ഈ പറയുന്ന ഇൻപുട്ടിലുള്ള എല്ലാ വോൾട്ടേജും ഡയറക്റ്റായിട്ട് ഔട്ട്പുട്ടിലേക്ക് കണക്റ്റഡ് ആവും. അപ്പോൾ അതുകൊണ്ട് ഷോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയും താഴെയുള്ള ലോഡിന് ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇത് ആപ്ലിക്കേഷൻ വരുന്ന ചെറിയ ചെറിയ ആപ്ലിക്കേഷനാണ്. മോട്ടോർ സ്റ്റാർട്ടിങ്ങിന് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, മോട്ടറിന് ഇനീഷ്യലിലുള്ള സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കും. ചെറിയ വോൾട്ടേജ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഇൻപുട്ട് വോൾട്ടേജ് ഫുള്ളായി കൊടുക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കും. ഫ്ലൂറസൻ ലാമ്പിൽ, കാരണം ഫ്ലൂറസൻ ലാമ്പിന് വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് സപ്ലൈ വോൾട്ടേജിന് 230 ആണെങ്കിലും അത്രയും വോൾട്ടേജ് വേണ്ട. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കും. പിന്നെ ലൈൻ ബൂസ്റ്റേഴ്സ് ആൻഡ് സീരീസ് കണക്ഷൻ. ഇപ്പോൾ കുറേ സർക്യൂട്ട് സീരീസ് കണക്ഷൻ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രോപ്പ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ഡ്രോപ്പ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്ക് വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്ത് ഒരു സർക്യൂട്ടിനകത്ത് തുടക്കം മുതൽ അവസാനം വരെ ഒരേ വോൾട്ടേജ് എൻഷുർ ചെയ്യാനുള്ള ബൂസ്റ്റിംഗ് അറേഞ്ച്മെൻറ്റിന് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒരു വരുന്നത് വോൾട്ടേജ് കറക്ഷൻ, സർവോ ലൈൻ കണക്ഷൻസിലൊക്കെ വോൾട്ടേജ് കണക്ഷൻസിനൊക്കെ വരും. ഇത്രയാണ് ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിനകത്തുള്ളത്.